പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 18 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം
ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരുകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോൻപ് പകുതി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ പീഡാനുഭവ കാലങ്ങളിലേക്ക് പതുക്കെ പതുക്കെ പ്രവേശിക്കുകയാണ്, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും. നമ്മളെ ഒത്തിരി കഥാപാത്രങ്ങളെ ഇവിടെ കണ്ടുമുട്ടുന്നുണ്ട് പീഡാനുഭവകാലത്തിൽ. അതിൽ എൻ്റെ ശ്രദ്ധയെ വല്ലാതെ പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരാളാണ് ക്ലോഡിയ. ക്ലോഡിയ ആരാണ്? പിലാത്തോസ്, ഗവർണർ പിലാത്തോസിൻ്റെ വൈഫാണ്. കർത്താവിനെ യഹൂദന്മാർ പിടിച്ച രാത്രിയിൽ ക്ലോഡിയയ്ക്ക് ഒരു ദർശനം ഉണ്ടാകും. കർത്താവിനെ വിസ്തരിക്കുന്നതിൻ്റെ സമയത്ത് ക്ലോഡിയ ആ ദർശനത്തെ സംശയിക്കാതെ ആ സ്വപ്നത്തിൽ ദൈവപദ്ധതി വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് റഷ് ചെയ്ത് വന്ന് പിലാത്തോസിനോട് പറയും, അത് നീതിമാനായ മനുഷ്യനാണ്, ആ നീതിമാനായ മനുഷ്യൻ്റെ മേൽ കൈവെക്കരുത്, എനിക്ക് അദ്ദേഹം മൂലം സ്വപ്നത്തിലേറെ ക്ലേശമുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അത് ഒന്ന്, ഇന്ന് ആൾക്കാരെ തള്ളിക്കളയണമല്ല. അതെനിക്ക് തോന്നിയായിരിക്കും. ഇന്നും ദൈവം മനുഷ്യനോട് സ്വപ്നത്തിലൂടെയും ദർശനങ്ങളിലൂടെയും ഇൻസിഡൻസിലൂടെയും ഇത് മാത്രം കമ്മ്യൂണിക്കേഷനാണ് വരണത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒന്നോ രണ്ടോ തള്ളിയാൽ പിന്നെ ആ വ്യക്തിയോട് ദൈവം കമ്മ്യൂണിക്കേഷനിലൂടെ സംസാരിക്കത്തില്ല. കാര്യം കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കണമെങ്കിൽ ഒരു വിശ്വാസ നിലവാരം ഉണ്ടാകണം. നിലവാരം മാത്രമല്ല, ഒരു ദൈവസ്നേഹ നിലവാരം ഉണ്ടാകണം. അതായത് ആദ്യകാലം, ഇപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ, എനിക്ക് 2ാം ക്ലാസ്സിൽ വെച്ച് ഭയങ്കര പനി വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്താണ് പനി കൂട്ടിയത്. രാവിലെയൊക്കെ എനിക്ക് നല്ല പനി ഉണ്ടായി. ഇപ്പോൾ ഓർക്കുന്നുണ്ട്, കുഞ്ഞുനാളെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അപ്പനോട് പറയാം, എന്തുണ്ടായാലും ഞാൻ അപ്പനോട് പറയും, അപ്പം പാടില്ല ചെന്ന് പറയും. അപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അന്നൊക്കെ ആശുപത്രിയൊന്നുമില്ല. പിന്നെ ആശുപത്രി പോകണമെങ്കിൽ ഒരു വള്ളക്കാരനെ വിളിക്കണം. വള്ളവും പിന്നെ അന്നൊക്കെ ആൾക്കാർ എന്തെങ്കിലും ക്ഷീണം കൂടുമ്പോൾ വള്ളവും ആളും പിടിക്കാനേ പറയത്തുള്ളൂ. ഇന്നിപ്പോൾ വണ്ടി പിടിക്കാനല്ല പറയണത്. ഞങ്ങളുടെ നാട്ടിൽ വള്ളവും, കാരണം മുഴുവൻ തോടുകളാണ്, റോഡില്ല താനും. അപ്പോൾ ആൾക്കാർ വള്ളത്തിലാണ് പോകണം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര പണിയാണ്. ചിലപ്പോഴും വള്ളത്തിൽ പോയി കുത്തി പകുതിയാകുമ്പോൾ തന്നെ ആൾ മരിച്ചിട്ട് വെള്ളം തിരിച്ചു തന്നെ കാണാം. ഓരോരോ കാലം, ആ കാലമൊക്കെ നോക്കുമ്പോൾ എന്തുമാത്രം മാറി നമ്മൾ. അപ്പോൾ ഞാൻ അപ്പനോട്, ഞാൻ കിടന്നു പോയി, തീരാത്ത അവസ്ഥയായിപ്പോയി, പൊങ്ങാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ രാത്രി ഒരു സംഭവം ഉണ്ടായി. രാത്രി ഒരു കുതിര, പുറത്തൊരു മനുഷ്യൻ വന്ന് എൻ്റെ തലയിട്ട് ചവിട്ടി. കുതിര കൊണ്ട് 2-3 ചവിട്ടി. അപ്പോൾ ഞാൻ പേടിച്ച് എഴുന്നേറ്റ്. എന്നിട്ട് ഞാൻ കിടന്ന്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ പനിയൊന്നുമില്ല. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞ്, അപ്പാ ഇന്നലെ കുതിരപ്പുറത്തൊരാൾ വന്നായിരുന്നു, ആ കുതിര കൊണ്ട് അയാൾ എന്നെ ചവിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ കണ്ണ് നിറഞ്ഞ പോലെ എന്നെ നോക്കി. എന്താ കാര്യം വെച്ചാൽ ഞങ്ങളുടെ ഫൊറോണ പള്ളി മനക്കുടം പള്ളിയാണ്. അവിടെയാണ് ഏറ്റവും വലിയ ആൾക്കാരൊക്കെ പോണ തീർത്ഥാടനം പോലെ. അത് പുരാതനമായ പള്ളിയാണ്, 9ാം നൂറ്റാണ്ടിലുള്ള പള്ളിയാണ്. അത് ഫൊറോണ പള്ളിയാണ്. അപ്പോൾ ആൾക്കാർക്ക് അതിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് മനക്കുടം എന്ന പേര്. ഞാൻ അവിടെയാണ് ആദ്യം വികാരിയായിട്ടിരുന്നത്, അസിസ്റ്റൻ്റായിട്ടും പിന്നെ വികാരിയായിട്ടിരുന്നത്. അപ്പോൾ ആ പള്ളിയിൽ പുണ്യാളനുള്ളത് ഗീവറിസ് പുണ്യാളനാണ്. അപ്പം അപ്പൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അക്കാലങ്ങളിലൊക്കെ ഏറ്റവും അടുത്തത് അതാണ്. അതുകൊണ്ട് അപ്പം പറഞ്ഞു, പുണ്യാള കൊച്ചിന് അസുഖമാണ്, ഞാനെവിടെ പോകാനാണ്. അപ്പം ഞാനെവിടെ പോകാനാണ് ചോദിച്ചതിനാണ് പുണ്യാളൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ ജീവിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് ആ തലമുറ കാലഹരണപ്പെട്ടു പോയി. ഇന്ന് പുണ്യാളം വന്ന് ചവിട്ടിയാൽ പിള്ളേർ പറയത്തില്ല. അതിന് വിശ്വാസം ഉണ്ടാകണം, അതിനൊരു വിശ്വാസം ഉണ്ടാകണം. ആ പുണ്യാളിൻ്റെ അടുത്ത് പറയണമെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാകണം. അത് വളരെ പ്രാക്ടിക്കൽ ഫെയ്ത്താണ്.
ഇന്നിപ്പോൾ പഠനമൊക്കെ കയറിയപ്പോൾ ദൈവം അങ്ങനെ ചെയ്യുമോ, പിന്നെ ഓരോരുത്തരെയും തലക്ക് നിന്ന് ചവിട്ടാൻ പോവുകയല്ലേ, ഇതൊക്കെ ചുമ്മാ തോന്നിയതാണെന്നൊക്കെ പറയും. അങ്ങനെ പറയണത് നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാരെ ദൈവത്തിന് മാറ്റാറില്ല. പിന്നെ അതായത് ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണുമെന്നേ പറയണം. അതുകൊണ്ട് എനിക്ക് പറയണത് അവഗണിക്കരുത് ദൈവിക കാര്യം. ക്ലോഡിയ അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആളാണ്. മത്തായി 27:19 മാത്രമല്ല അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ പിലാത്തോസ് ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ചറിയിച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നാ പറഞ്ഞു. ഇടപെടരുത്. അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. അപ്പൊ ക്ലോഡിയ സ്വപ്നം വിശ്വസിച്ചു, പക്ഷെ പീലാത്തോസും വിശ്വസിച്ചു. പക്ഷെ അധികാരം ആക്രാന്തവും കാരണം അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് എന്ത് ചെയ്ത്, ക്ലോഡിയ പറഞ്ഞ വാക്കുകൾ കേട്ടു, ജനം പറഞ്ഞ വാക്കുകൾ കേട്ടു, രണ്ടും കേട്ടു. ജനം പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് പുള്ളി കസേര ഉറപ്പിച്ചു. അല്ലെങ്കിൽ ജനം പോയി റിപ്പോർട്ട് ചെയ്യും സീസറിൻ്റെ അടുത്ത്. സീസറിൻ്റെ ഗവർണറല്ല ഇയാൾ. ജനം ഇയാൾക്കെതിരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സീസർ ഇയാളെ മാറ്റിയിട്ട് വേറെ ആളെ വെക്കും. അതുകൊണ്ട് സീസറിനെ അയാൾ കേൾക്കേണ്ടി വരും. ജനത്തിനെ അയാൾ കേട്ടു, ക്ലോഡിയനെ അയാൾ കേട്ടു. എന്താ അതുകൊണ്ടാണ് അയാൾ കൈ കഴുകണത്. പിലാത്തോസ് കൈ കഴുകാൻ കാര്യം എന്താ? ക്ലോഡിയ പറഞ്ഞിട്ടാണ്. ഈ മനുഷ്യൻ നീതിമാനാണെന്ന് പറഞ്ഞു. അതാണ് അയാൾ പറയുന്നത്, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. മത്തായി 27:24 അവനെ ക്രൂശിക്കുക ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അതാണ് വിഷയം. ഈ നീതിമാൻ എന്ന് പറഞ്ഞത് ആരാണ്? ക്ലോഡിയാണ് പറഞ്ഞത്. അപ്പൊ ക്ലോഡിയ പറഞ്ഞത് ആരും വിശ്വസിച്ചതല്ല എൻ്റെ അർത്ഥം. ക്ലോഡിയയുടെ സ്വപ്നത്തെ ക്ലോഡിയ വിശ്വസിച്ചു. ക്ലോഡിയ പറഞ്ഞത് പീലാത്തോസ് വിശ്വസിച്ചു. പക്ഷെ വിശ്വസിച്ചെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടത്തില്ല. എന്താ കാര്യം? വിശ്വാസം പ്രയോജനപ്പെടണമെങ്കിൽ അത് പ്രവർത്തികളിലൂടെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഹെബ്രായർ പറയണത്, ഹെബ്രായർ 4:2 അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം പീലാത്തോസ് കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. വിശ്വസിച്ചു എന്ന് പറഞ്ഞാലേ, വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ പ്രവർത്തികൾ വേണം. കസേര പോകാതിരിക്കാൻ വേണ്ടിയാണ് അയാള്, അതായത് കസേര പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കർത്താവിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വിശ്വസിച്ചു, പക്ഷെ പ്രവർത്തിച്ചത് മറിച്ചായിപ്പോയി. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. എല്ലാവർക്കും ഉണ്ടാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാവരും വിശ്വസിക്കും, പക്ഷേ പ്രവർത്തികൾ മറിച്ചായിപ്പോയി. ഇത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ്. കാര്യം ഇതിനുള്ള മാർഗത്തിലേ ഉള്ളൂ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് ഈശോ പറഞ്ഞില്ലേ? ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് പറ്റുന്നത്. ഈ പിലാത്തോസ് ഇങ്ങനൊരു അവസ്ഥ ചെന്ന് ചാടിയതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അവസാനം പിലാത്തോസ് ആത്മഹത്യ ചെയ്യണതേ. പിലാത്തോസ് ചരിത്രം അവസാനിക്കേണ്ടത് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. സങ്കടകരമായൊരു അവസ്ഥയാണത്. അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നന്മകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്, പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പ്രൊട്ടക്ഷൻ പോയി, സംരക്ഷണം പോയി. നോട്ട് ദ പോയിന്റ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.